ഹായ്, എല്ലാവരും ക്ഷേമമായിരിക്കുന്നു കരുതട്ടെ. ഇന്ന് രാത്രിയിൽ ചിന്തിക്കുന്നത്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ അതിനകത്തെ ഒരു 3 സംഭവങ്ങൾ എടുത്തു കാട്ടി എൻ്റെ ഇന്നത്തെ ചിന്ത നിർത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാറ്റിനും ഒരു സമയമുണ്ട് എന്ന് പറയുമ്പോൾ, ലാസറിൻ്റെ ഭവനത്തിൽ സഹോദരിമാർ പറയുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഗദരദേശത്തെ ഭൂതം ബാധിച്ച മനുഷ്യൻ, ആ മനുഷ്യനിലൂടെ ഭൂതം പറയുന്നു, സമയത്തിന് മുമ്പേ നീ വന്നിരിക്കുന്നു എന്ന്. ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്കായി കയറിപ്പോയ സെഖര്യാവിനോട് ദൂതൻ പറയുന്നു, തക്ക സമയത്ത് വെളിപ്പെടാനുള്ളത് വിശ്വസിക്കായ്ക കൊണ്ട്. 3 സമയങ്ങളെയാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. മനുഷ്യൻ പറയുന്നു ലേറ്റായിപ്പോയെന്ന്. ഭൂതം പറയുന്നു നേരത്തെ വന്നു, എൻ്റെ സമയത്തിനു മുമ്പ്, എൻ്റെ അധികാരത്തിൻ്റെ സമയം തീരുന്നതിന് മുമ്പ് നീ വന്നിരിക്കുന്നു എന്ന്. മനുഷ്യനോട് ദൂതം പറയുന്നു തക്ക സമയത്ത് വെളിപ്പെടാനുള്ളത്. നോക്കുക, മനുഷ്യൻ്റെ സമയത്തിന് ശേഷവും ഭൂതത്തിൻ്റെ സമയത്തിന് മുമ്പും ദൈവത്തിൻ്റെ കൃത്യസമയത്ത് കർത്താവ് ചെയ്യാനുള്ളത് ചെയ്തിരിക്കും. നീ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ കർത്താവ് തൻ്റെ കൃത്യസമയത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പള്ളിപ്രമാണി വന്ന് യേശുവിനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞുമകൾ ദീനമായി കിടക്കുന്നു, നീ വന്നൊന്ന് പ്രാർത്ഥിക്കണം. അവൻ്റെ മകളെ സൗഖ്യമാക്കാനായി പോകുന്ന ഈ യാത്രയിൽ ഒരു രക്തസ്രാവക്കാരിയായ സ്ത്രീ വന്ന യേശുവിൻ്റെ വസ്ത്രം തൊട്ട് സൗഖ്യം പ്രാപിച്ചു. ആ സംഭവം കഴിഞ്ഞ ഉടനെ പറയുന്നു, നിന്റെ മകൾ പോയി, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തരുത്. യേശു അവനോട് പറയുന്നു, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ഏവരോടും, ജാതി മത ഭേദമന്യേ ഏവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുവാൻ നീ തയ്യാറായാൽ, മനുഷ്യൻ്റെ സമയത്തിനു ശേഷവും ഭൂതങ്ങളുടെ സമയത്തിനു മുൻപും ദൈവത്തിൻ്റെ കൃത്യസമയത്ത് തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ആ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ.